പരിപാടി എന്ന് വെച്ചാൽ ഒരു വെറൈറ്റിയാണ്. നമ്മളെ പച്ച ഈത്തപ്പഴം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല മധുരത്തിൽ കഴിക്കാൻ പറ്റിയ സംഭവമാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയത്. ഇത് തന്നെ ആരും ഇതുവരെ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മസ്റ്റായിട്ട് ചെയ്ത് നോക്കുന്നത് എല്ലാവരും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ നെട്ടി ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം ആവിയിൽ. അപ്പോൾ ഇതേപോലെ ഈ ചെറിയ നെട്ട് എന്തായാലും ഒഴിവാക്കണം. എന്നാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവി കയറുക. പിന്നെ നമ്മൾക്ക് മധുരം കൂടുതൽ ഇതിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒഴിവാക്കണം. നമ്മൾ 1 കിലോ എടുത്തിട്ടുള്ളത് ചോപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോപ്പ് എടുക്കുക നല്ലത്. ഇതിലാണ് കുറച്ച് കറൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് കറ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇനി ഇതെന്ത് ചെയ്യാം, ഒന്ന് കഴുകി എടുക്കണം. ഇപ്പോൾ വില കുറവാണ്, എല്ലായിടത്തും കിട്ടുക എല്ലാ നാട്ടിലും. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നുണ്ട്. കഴുകിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് ആവിക്ക് വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി അടിയിൽ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ ഇത് വെള്ളം തിളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറും. നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചൂടിൽ നമുക്ക് എന്ത് ചെയ്ത് വേവിക്കണം. കൂടുതൽ ചൂട് വേണ്ട, നേരി ചൂടിൽ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്നു കൊടുക്കണം നല്ലതാണ്, നോക്കണം നല്ലതാണ്. അത് ചെറുതായിട്ടൊന്നിങ്ങനെ നെങ്ങണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, രാവിലെ വെന്ത് കിട്ടുക. ഇത് ഫുള്ളായിട്ടില്ല, കുറച്ചും കൂടെ വെന്ത് കിട്ടാണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് ചെയ്യുക, അടിയിലുള്ളൊന്ന് മുകളിലേക്കൊക്കെ ആക്കി കൊടുത്തോണ്ട് നമ്മൾ എല്ലായിടത്തും ഒന്ന് കറക്റ്റ് പിടിച്ചിട്ടണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. വീണ്ടും തുറന്ന് നോക്കുക, 2 മിനിറ്റ് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിക്കണ്. കളർ ഇതേപോലെ മാറി തുടങ്ങും. ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട്. ഏകദേശം കണ്ട് റെഡ് കളറുള്ള ഈ ഒരു മെറൂൺ കളറിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മളിത് ഫുള്ളായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാതും ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അതേപോലെ കളറ് മാറിയിട്ടുണ്ടാവും. പുഴുങ്ങെടുക്കുന്നതുകൊണ്ട് കളറ് മാറുകയാണ്. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പനക്കൽക്കണ്ടാണ്. അപ്പോൾ അതാണ് നമ്മളിതിൽ ചേർക്കാൻ പോണത്. അപ്പോൾ ഇതേപോലെ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കും. ഇത് മിക്സായി വരുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുക്കുക. പിന്നെ കൽക്കണ്ടം മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല കൽക്കണ്ടം നോക്കി മേടിക്കുക. ലോക്കലൊക്കെ കിട്ടുന്നുണ്ട്, അത് മേടിക്കരുത്. നമ്മൾ കൂടുതൽ ഗാന്ധിഗ്രാമത്തിൽ നിന്നൊക്കെ മേടിക്കണം. അപ്പോൾ അതിൽ നിന്ന് നല്ല കിട്ടുള്ളൂ. അപ്പോൾ അത് മെൽറ്റായി കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈത്തപ്പഴം അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ആദ്യം ഇട്ടിനെ കുറച്ചിട്ടിട്ടുള്ളൂ അതിന്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ബാക്കിയുള്ള ഈത്തപ്പഴം കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ അതിലിട്ടിട്ട് ഇളക്കിയെടുക്കണം. അടിയിൽ പിടിക്കണം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കറ ചുവക്കലൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് സംഭവം. ഏകദേശമൊക്കെ നമ്മൾക്ക് റെഡിയായി വരുന്നുണ്ട്. എന്തായാലും 1 കിലോ കൽക്കണ്ടം വേണ്ടി വരും. എന്നാലും കറക്റ്റ് ഇതിലേക്കുള്ള കറക്റ്റ് എല്ലാവർക്കും പിടിക്കാനുള്ളത് നമുക്ക് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റ് കിട്ടി വരിക. വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിന് വേറൊരു പാത്രത്തിൽ. ചൂടാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എന്ത് ചെയ്യാം, ടെസ്റ്റിന്
അതിനു വേണ്ടി നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ നിൽക്കണമെന്ന് നോക്കണ്ട. ഇത് നമ്മളെന്ത് ചെയ്യണോ, നമുക്കിതൊരാഴ്ച ഒരു ഭരണിയിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ തേനും ഇതൊക്കെ കുടിച്ച് വരുമ്പോൾ ഇതെന്ത് ചെയ്യും, ചേർത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഒരാഴ്ച എന്തായാലും വെക്കണത്. ഒരാഴ്ചൻ്റെ കൂടുതലായിച്ചാൽ അതിന് നല്ല ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് സാധനം. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതിപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും. ഇതെന്ത് ചെയ്യണം, ഇതിഞ്ഞ് കുടിച്ച് സെറ്റായി വന്നാലേ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഇതൊരു ഭരണിയിലാക്കി വെക്കാം. നമുക്കിത് നമ്മളിതേപോലത്തെ ഒരു ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൂടിയിട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ടേ ഞങ്ങൾ എടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.